കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടതുമുന്നണിക്ക് പ്രതിസന്ധിയുടെ പരമ്പരകളാണ്. പ്രമുഖ നേതാക്കന്മാർ CPM-ഉം CPI-യും വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നു, പ്രത്യേകിച്ചും BJP-യിലേക്ക്. ഇതിനിടയിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പുതിയ തന്ത്രങ്ങൾ അണിയറയിലൊരുക്കുന്നു. അങ്ങനെ എല്ലാ വഴിക്കും ചോദ്യങ്ങളും തിരിച്ചടിയുമാണ് സംസ്ഥാന സർക്കാരിന്. സിനിമാ താരങ്ങളും പ്രമുഖരും പട്ടികയിൽ, സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സർവേ, BJP-യുടെ ജൻസി തന്ത്രം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചിത്രങ്ങളും പ്ലക്കാർഡുകളും വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജൻസി കാലത്തിനൊപ്പം BJP പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തിരുത്തുന്നതിന്റെ ഉദാഹരണങ്ങളാണിവ. വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിന് ഊന്നൽ നൽകുന്നതിനൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാർത്താ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ഇരു മുന്നണികളെയും കടന്നാക്രമിക്കുന്ന സമീപനവും രാജീവ് സ്വീകരിക്കുന്നത് ഈ തന്ത്രത്തിന്റെ ഭാഗമായാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. അതിൽ പ്രധാനം സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി വികസന പ്രഖ്യാപനങ്ങൾ നടത്തുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സമൂഹമാധ്യമ പ്രചാരണങ്ങൾ കൂടുതൽ ശക്തമാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് BJP-യുടെ സോഷ്യൽ മീഡിയ ടീമും PR സംഘങ്ങളും പ്രവർത്തനം തുടങ്ങി. സമൂഹ മാധ്യമങ്ങൾ വഴി സമൂഹത്തിൽ റീച്ച് ഔട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി, സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സർവേ, ഇൻബോക്സിൽ വേറെയുമുണ്ട്. എന്തൊക്കെയാണ് BJP സ്ട്രാറ്റജി? 5 വർഷം വാലിഡിറ്റി പീരീഡ് വേണം, സർവേയിൽ റേറ്റിംഗ് കിട്ടണം. വിവിധ കൺസൾട്ടൻസികൾ മാസങ്ങളായി സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേകളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം. ഇത്തവണത്തെ വിജയ സാധ്യത പരിഗണിക്കുന്നതിനൊപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തെ ശക്തമായി പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ആളുകൾ വേണം. സിനിമാ താരങ്ങളും സാമൂഹിക രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ ആദ്യഘട്ട പട്ടികയിലുണ്ട്. വികസിത കേരളവും ഒപ്പം സുരക്ഷിത കേരളവും, 3 ആശയങ്ങളിലൂന്നിയാകും ഇക്കുറി BJP തിരഞ്ഞെടുപ്പിനെ നേരിടുക. മാറി മാറി ഭരിച്ച മുന്നണികൾ പരാജയമാണെന്ന് ആരോപിച്ച് ഭാവി കേരളത്തിനായുള്ള വികസന ബദൽ മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ് പാർട്ടി ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. ഇതിനൊപ്പം ഇക്കുറി തിരഞ്ഞെടുപ്പിൽ വജ്രായുധമായി കാണുന്നത് സുരക്ഷിത കേരളം എന്ന ക്യാമ്പയിനാണ്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന തീവ്രവാദ വർഗീയ പ്രവണതകളെ ചെറുക്കാൻ BJP-ക്ക് മാത്രമേ കഴിയൂ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് സുരക്ഷിത കേരളം ക്യാമ്പയിൻ നടത്തുന്നതെന്ന് സമൂഹ മാധ്യമ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അനൂപ് ആന്റണി പ്രമുഖ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ച വിഷയം ഉൾപ്പെടുത്തി വിശ്വാസ സംരക്ഷണം എന്ന മുദ്രാവാക്യവും പാർട്ടി മുന്നോട്ട് വെക്കും. ഈ 3 കാര്യങ്ങളിൽ ഊന്നിയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സമൂഹ മാധ്യമ പ്രചാരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബ്രാൻഡ് ചെയ്യാൻ നന്ദി മോദി. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്യാമ്പയിനും സജീവമാക്കും. നന്ദി മോദി എന്ന പ്രചാരണ പരിപാടി തുടരും. മോദി സർക്കാർ താഴെത്തട്ടിൽ വരെ ചെയ്തിട്ടുള്ള ക്ഷേമകാര്യങ്ങൾ ഓരോ വീടുകളിലും എത്തിക്കും. മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യം ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ അത് തെളിഞ്ഞു കഴിഞ്ഞു. സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടുന്ന പ്രചാരണം ശക്തമാക്കുമെന്നും BJP വ്യക്തമാക്കി. AIYF മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് BJP-യിൽ ചേർന്നു. തന്നെ പ്രവർത്തിക്കാൻ പാർട്ടി അനുവദിച്ചില്ലെന്ന് അരുൺ. AIYF മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് BJP-യിൽ ചേർന്നതോടെ ഇടതുമുന്നണിക്ക് വീണ്ടും ചോദ്യങ്ങൾ. CPI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും AIYF ജില്ലാ വൈസ് പ്രസിഡന്റുമായ P. അരുണാണ് BJP-യിൽ ചേർന്നത്. AITUC ജില്ലാ കമ്മിറ്റി അംഗവും വണ്ടൂർ മണ്ഡലം സെക്രട്ടറിയുമായിരുന്നു. തന്നെ പ്രവർത്തിക്കാൻ പാർട്ടി അനുവദിച്ചില്ലെന്നും ഇനി BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അരുൺ പറഞ്ഞു. ഇടതുമുന്നണിക്കും സർക്കാരിനും പല വഴിക്കും ചോദ്യങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയ രംഗത്ത് വലിയ ചോദ്യങ്ങൾക്ക് സർക്കാരും CPM-ഉം CPI-യും ഒക്കെ വരും ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ടി വരും. ഇതിനിടയിലാണ് എന്തൊക്കെ ചെയ്തിട്ടും വലിയ തിരിച്ചടികൾ പാർട്ടിക്ക് പല കോണുകളിൽ നിന്നും നേരിടേണ്ടി വരുന്നത്. ചർച്ചയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് വികസനം, വിളഞ്ഞത് വർഗീയത. വിയോജിപ്പുള്ളവർ മുഖ്യമന്ത്രിയുടെ നിലപാടറിയാതെ നിശബ്ദർ. CPM-നെ അതും കുഴയ്ക്കുക തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാക്കണമെന്നാണ് കഴിഞ്ഞ മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതെങ്കിലും പകരം വർഗീയത ചർച്ചയാക്കാൻ CPM നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങുന്നു. മുൻപ് AK ബാലന്റെയും കഴിഞ്ഞ ദിവസം സജി ചെറിയാന്റെയും പരാമർശങ്ങൾ പാർട്ടിയിൽ പലരെയും ആശയക്കുഴപ്പത്തിലാക്കി. ഈ പരാമർശങ്ങളിൽ വിയോജിപ്പുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയുടെ മനസ്സറിയാത്തതിനാൽ അനിഷ്ടം ഭയന്ന് നിശബ്ദരുമാണ്. മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ മറുപടി പറയാതെ ഒഴിഞ്ഞു. മുഖ്യമന്ത്രി പ്രതികരിച്ചതുമില്ല. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പരാമർശങ്ങളിൽ പാർട്ടി വ്യക്തമായി നിലപാട് പറയാത്തതിനാൽ ഇതിൻ്റെയെല്ലാം രക്ഷാകർതൃത്വം പാർട്ടിക്ക് തന്നെയെന്ന സംശയം പൊതുസമൂഹത്തിലുണ്ട്. വെള്ളാപ്പള്ളി നടേശനും AK ബാലനും നടത്തിയ പരാമർശങ്ങളിൽ വർഗീയത ആരോപിക്കപ്പെട്ടപ്പോൾ ചില പാർട്ടി നേതാക്കൾ ആദ്യം അതിനെ വിമർശിച്ചു. എന്നാൽ വെള്ളാപ്പള്ളിയെ നോവിക്കാതെയും ബാലനെ തള്ളാതെയും മുഖ്യമന്ത്രി പ്രതികരിച്ചപ്പോൾ ആദ്യം വിമർശിച്ച നേതാക്കൾ വീട്ടിലായി. എല്ലാത്തിനും കാരണം 2020 കോടിയേരിക്ക് നൽകിയ ആ പരാതി CPM-ന്റെ ആശയത്തെ തള്ളിപ്പറയും. അഭ്യൂഹങ്ങൾക്കൊടുവിൽ BJP-യിൽ ചേക്കേറിയിരിക്കുകയാണ് 3 തവണ ദേവികുളം MLA-യും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ
CPM നേതാവ് എസ് രാജേന്ദ്രൻ. നിരന്തരമായ കുറ്റപ്പെടുത്തലുകളിൽ മുറിവേറ്റാണ് കൂടുമാറ്റമെന്ന് രാജേന്ദ്രൻ പറയുന്നു. വേണ്ടെന്ന് പറയുന്നിടത്ത് പിന്നെയും നിൽക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തു പോകുന്നതാണെന്ന് കരുതി. പുതുതലമുറകൾക്കും പിൻഗാമികൾക്കും പുതിയൊരു അധ്യായം ഉണ്ടാവട്ടെ എന്നും പൊതു താൽപ്പര്യത്തിലാണ് BJP പ്രവേശനമെന്നും രാജേന്ദ്രൻ പറഞ്ഞു. CPM വിട്ടതിൽ കുറ്റബോധമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നും താൻ രാജ MLAക്കെതിരെ പ്രവർത്തിച്ചയാളാണെന്ന് മുദ്രകുത്തി. ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ അനാവശ്യമായി കുറ്റപ്പെടുത്തിയതിലാണ് പ്രയാസം. ഏറെക്കാലമായി അത് ഉൾക്കൊള്ളാനാകുന്നില്ല. താൻ MLA ആയിരുന്ന കാലത്തെ പദ്ധതികളിൽ പേര് പോലും മായ്ച്ചു കളഞ്ഞ് ക്രൂരത കാട്ടി. മന്ത്രിമാരുള്ള പൊതുചടങ്ങിൽ നോട്ടീസിൽ പോലും പേര് വയ്ക്കരുതെന്നും തർക്കമുണ്ടാക്കി. അതിനു മാത്രം പാർട്ടി വിരുദ്ധമായി എന്തു ചെയ്തു? 2011 മുതൽ ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇടയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ട് പരിഹരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോഴത്തെ സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞിട്ടും കേൾക്കാത്ത നിലപാടാണ് ഇടുക്കിയിലെ പാർട്ടിക്കെങ്കിൽ പിന്നെ അവിടെ നിന്നാൽ സംരക്ഷണമില്ലല്ലോ എന്നാണ് രാജേന്ദ്രന്റെ നിലപാട്. ഇടുക്കിയിലെ നേതാവായ മണി ആശാനും കൂടെ നിർത്താൻ ഇടപെട്ടില്ലേ എന്ന ചോദ്യത്തിന് നേതാവിൻ്റെ രീതിയിൽ നിന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടും. മണിയാശാൻ ഇടുക്കിയിലെ പാർട്ടിക്കൊപ്പം നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവിടുത്തെ പാർട്ടിക്കൊപ്പം നിൽക്കുകയെന്നാൽ അവിടെ ആരാണോ നേതാവ് ആ താല്പര്യമല്ലേ സംരക്ഷിക്കപ്പെടൂ. MM മണി ജില്ലാ നേതൃത്വത്തിനൊപ്പം നിന്നു. അദ്ദേഹം അങ്ങനെ ചെയ്യരുതായിരുന്നെന്നും രാജേന്ദ്രൻ പറഞ്ഞു.